ഹായ് മക്കളെ, ബഹാദുദ്ദീൻ സാറാണേ. ദേ ഓണമൊക്കെ കഴിഞ്ഞു, സെലിബ്രേഷൻസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മക്കളെ, നമുക്ക് ഇനി +2 അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതെന്ന് വെച്ചാൽ റീവാലുവേഷൻ അക്കൗണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് റിട്ടയർമെൻറ്റ് കേസിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ് റീവാലുവേഷൻ അക്കൗണ്ട്. സോ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ട്, എന്തിനാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് നോക്കിയാലോ. സോ റീവാലുവേഷൻ, ആ വാക്ക് തന്നെ ഉണ്ട്, റീവാലുവേഷൻ, ഒന്നുകൂടി വാല്യൂ ചെയ്യുക. എന്തിനാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്? ഇവിടെ വാല്യൂ ചെയ്യുന്ന ഐറ്റം എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ ഫേമിലെ അസറ്റിനെയും ലയബിലിറ്റിയെയും ആയിരിക്കും. അതായത് അഡ്മിഷൻ്റെ സമയത്ത് ഒരു പാർട്ട്ണർ പുതുതായി ഒരു ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിലുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിച്ച് മീൻസ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ അസറ്റിനെയും എല്ലാ ലയബിലിറ്റിയെയും ഒന്നുകൂടി വാല്യൂ ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എക്സാമ്പിൾ, സപ്പോസ് വിചാരിക്കാം നമ്മുടെ കയ്യിൽ ഫർണിച്ചർ ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഈ ഫർണിച്ചറിൻ്റെ വാല്യൂ 10,000 rupees ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ കുറച്ച് ഫേർണിച്ചേഴ്സ് ഉണ്ട്. ആ ഫേർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? കണക്ക് പ്രകാരം ബാലൻസ് ഷീറ്റ് പ്രകാരം 10,000 rupees ആണ്. എന്നാൽ റീവാല്യൂ ചെയ്യുമ്പം ഇതിന് 10,000 rupees തന്നെ ആവണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, വാല്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. എങ്ങനെ വാല്യൂസ് കുറയാൻ സാധ്യതയുണ്ട്? പറഞ്ഞ കാര്യം ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കുന്ന സമയത്ത് വാല്യൂ കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ബിൽഡിങ്ങിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സപ്പോസ് വിചാരിക്കാം 1 lakh rupees നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആയി ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ റീവാല്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ലാൻഡിൻ്റെ വാല്യൂവിൽ അപ്രീസിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ സപ്പോസ് വിചാരിക്കാം നമ്മുടെ ലാൻഡിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, 1 ലക്ഷം രൂപയിൽ നിന്നും 1,20,000 രൂപയിലേക്ക് എത്തി. ഇപ്പോൾ എന്താ ഉണ്ടായത്, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കൂടി. പറഞ്ഞ കാര്യം ക്ലിയർ. സോ ഇത്തരത്തിൽ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വാല്യൂസ് നമ്മൾ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് വാല്യൂ ഇൻക്രീസ് ആവാനും വാല്യൂസ് ഡിക്രീസ് ആവാനും ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇത്തരം ഇൻക്രീസിനെയും ഡിക്രീസിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, റീവാലുവേഷൻ അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് ഫേമിലെ അസറ്റിനെയും ലയബിലിറ്റിയും റീവാല്യൂ ചെയ്യും. ഇങ്ങനെ റീവാല്യൂ ചെയ്യുമ്പോൾ ഫേമിന് എന്തുണ്ടാവും, ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും. ഈ ലാഭത്തെയും നഷ്ടത്തെയും കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണത് റീവാലുവേഷൻ അക്കൗണ്ട്. സോ മക്കളെ, ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.